ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് 23ാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണിത്. 22ാമത്തെ 22ാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. പിന്നെന്താ, ഞാനിന്ന് വിചാരിച്ചു കുറേ എന്നും നാഷ്ടയല്ല ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ട് നല്ല സാമ്പാർ ഉണ്ടാക്കുക, പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാം. ഇക്കാക്ക് പൊറോട്ട വാങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇക്ക എന്നാ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, പൊറോട്ട നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഇക്കാനോട് വിളിച്ച് പറഞ്ഞു. ഇക്ക നേരത്തെ വരുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ഇക്ക പറഞ്ഞു, ഇന്ന് കുറച്ച് പണി കമ്മിയുണ്ട്, അപ്പോൾ ഞാൻ നേരത്തെ വരാം, 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഇക്ക അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കുഴച്ച് വെക്കാൻ പറഞ്ഞു. അങ്ങനെ പൊറോട്ടയ്ക്ക് ഞാൻ കുഴച്ച് വെച്ചു. പിന്നെ നമ്മുടെ പരിപ്പ് സാമ്പാർ വയ്ക്കാൻ പരിപ്പിനെ ഞാൻ വേവിച്ച് വെച്ചു. എന്നിട്ട് ചട്ടി വെച്ചിട്ട് കുറച്ച് ഉലുവയും ചെറിയ ജീരകവും കടുകും പൊട്ടിച്ച്, ചെറിയ ഉള്ളി, വലിയ ഉള്ളി, മല്ലിയില എന്നിട്ട് നന്നായി വാട്ടിയ ശേഷം അതിലേക്ക് നമ്മുടെ പച്ചക്കറികൾ ആഡ് ചെയ്യുക. ഇതൊക്കെ പച്ചക്കറി ഉണ്ടോ അതൊക്കെ മുറിച്ച് വെച്ചതൊക്കെ അതിലേക്ക് ഇടുക. തക്കാളി ഇടണം കേട്ടോ. തക്കാളി ഇട്ടിട്ട് കുറച്ച് പുളി ഒഴിച്ചാൽ മതി. എൻ്റെ കയ്യിൽ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പുളി ഇടുക കേട്ടോ. തക്കാളി നന്നായി വാട്ടിയെടുത്തിട്ട് ഞാൻ പിന്നെ എന്താ കട്ടിയിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ഇക്ക നേരത്തെ വരാൻ പറഞ്ഞതുകൊണ്ട് ശരി പൊറോട്ടയാക്കി. പിന്നെ ഈ മുട്ടനെ ഒരു ഗ്രേവി ആക്കാൻ വിചാരിച്ചു. മുട്ട പുഴുക്കിയിട്ട് ഞാൻ ഈ സാമ്പാർ പൊറോട്ടയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാമ്പാർ പൊറോട്ടയും കൂട്ടി കഴിച്ച് നന്നായിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് എടുത്ത് വെച്ച സാമ്പാർ പൊടി, കായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കായം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് നന്നായി പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കഷ്ണങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുക. അത് നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കറിൽ ഒറ്റ വിസിൽ. പിന്നെ നമ്മുടെ പുളി വണ്ടിപ്പുളി വാങ്ങിയിട്ടുണ്ട്, പുളി വേണ്ട. പിന്നെ തേങ്ങയിൽ കുറച്ച് പെരുംജീരകം ഇട്ട് അരച്ചിട്ട് അതിനെ താളിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ കേട്ടോ. സാമ്പാർ വറുത്തരച്ച സാമ്പാറിനെ പോലെ തന്നെയാണ് ഇത്, ഞാൻ വറുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സാമ്പാറായിട്ട് റെഡിയാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുട്ട ഗ്രേവി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കടുക് കഷ്ണം കംപ്ലീറ്റ് അതിൽ കൂട്ടിയിട്ട് ഒരൊറ്റ വിസിലടിക്കാൻ പറഞ്ഞു കേട്ടോ. വിസിലുകൾ ഒരുപാട് വന്നാൽ പിന്നെ കഷ്ണം ഉണ്ടാവില്ല കേട്ടോ, പായസമായിട്ട് കഴിക്കേണ്ടി വരും. പിന്നെ ഉണ്ട് ചോറ് നന്നായി അടുപ്പിൽ വേകുന്നുണ്ട്. ഞാനത് ചോറും കറിയും പപ്പടമൊക്കെ പൊരിച്ച് മീൻ പൊരിക്കാനൊക്കെ ഉണ്ട്, അങ്ങനെ ആക്കാൻ വിചാരിച്ചു. എന്നും നാഷ്ടയല്ലേ, ഒരു ദിവസമൊക്കെ ചോറ് വയ്ക്കാം. ഇക്കാക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ ഇക്കാക്കൊക്കെ കുറച്ച് പൊറോട്ട വാങ്ങിക്കൊണ്ട് തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ശരി പറഞ്ഞു. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ മൈദയൊക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കുമല്ലോ ഞാൻ റെഡിയാക്കി വെച്ചാൽ. ഞാൻ പാലും മുട്ടയും പഞ്ചസാരയും മൈദയും ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായി കുഴച്ച് വെച്ചിട്ടോ. ഞാൻ 4 മണിക്ക് തന്നെ കുഴച്ച് വെച്ചു. 4 മണിക്ക് കുഴച്ചിട്ട് ഇതൊരു 6 മണിയാകുമ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇക്കൊക്കെ ഒരു 5, 5:30 ആകുമ്പോൾ വന്നു. ഒക്കെ കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഇതാ ഇക്ക പൊറോട്ടയ്ക്കുള്ള പണിയൊക്കെ എടുത്ത് കുഴച്ച് എണ്ണയൊക്കെ എടുത്ത് ഇക്ക അതാ പൊറോട്ട അടിക്കാൻ തുടങ്ങി. ഞാൻ ഇക്കാനെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ ആക്കണം. എന്താ ഇക്ക പൊറോട്ടയിൽ അങ്ങനെ ഓട്ടയണമല്ലോ. അപ്പോൾ ഇക്ക പറഞ്ഞു ഓട്ടയുണ്ടെങ്കിൽ നല്ല മയം ഉണ്ടാവുമെന്ന്, നല്ല അങ്ങനെ ഓട്ട വരണം, അപ്പോഴാണത് എല്ലാവിടേക്കും അത് റെഡി ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ഇങ്ങോട്ട് സെഞ്ചി അടിക്കേണ്ടി ഓരോന്ന്. ഞാൻ ഇക്കാനെ ട്രോളിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇക്ക എന്തൊക്കെ അത് പൊറോട്ട എന്താ കണ്ണടിച്ചില്ല പോലെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇക്കാനെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് കാരണം പറയുന്നില്ല, അങ്ങനെ പറയൊന്നുമില്ല, എന്നാലും ഒരു തമാശക്ക് ഇങ്ങനെ വെറുതെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ പണി കഴിയുമ്പോൾ ഞാൻ ഇപ്പുറത്ത് മുട്ട ഗ്രേവിക്കുള്ള പണി ചെയ്യണം. മുട്ട പുഴുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഗ്രേവി പറയാൻ കറി ചാറില്ലാതെ കുഴമ്പിക്കൊണ്ടൊരു ഗ്രേവി ആക്കാൻ വിചാരിച്ചു. പക്ഷേ സാമ്പാർ ഇതിൽ അടിപൊളിയുണ്ട്. കായൊക്കെ ഇട്ട് സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ പൊറോട്ട, സത്യം പറഞ്ഞാൽ പൊറോട്ട ഇതുവരെ സാമ്പാർ കൂട്ടി കഴിച്ചിട്ടില്ല, പക്ഷേ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതൊരു സാമ്പാർ പറഞ്ഞാൽ ഞാൻ പറയാം, സാമ്പാർ എന്നല്ല, ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കറി പോലെ തോന്നിയിട്ട് എനിക്ക് കായൊക്കെ ഇട്ടപ്പോൾ. കുറച്ച് കുറുക്കനെയായിരുന്നു. പിന്നെ എനിക്ക് ഇക്കാൻ്റെ പണിയൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പുറത്ത് എൻ്റെ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ കൂടെ വന്നിട്ട് ഇക്കാനിങ്ങനെ പറയുന്നുണ്ട്, ഇപ്പച്ചി പൊറോട്ട ഉണ്ടാക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ അവളും പറയുന്നുണ്ട്. അവളുടേതായ കുറച്ച് മാവെടുത്ത് അവളും താഴെ ഇരുന്ന് ഉരുട്ടും പിടിക്കും എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അപ്പോൾ ഇനി കുറേ എന്താണ് ഇക്കാനോട് കുറേ ചോദിച്ചു, ഒരു പൊറോട്ട ഉണ്ട് തരുമോ എനിക്ക് പരത്താനോടെ വെക്കുക, ഇല്ല പൊയ്ക്കോണ്ട് അവൾ ആട്ടി പറഞ്ഞിട്ട് കേട്ടോ. എന്നാലും അവൾ പോകണമെന്നില്ല, അവൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെയൊക്കെ പറഞ്ഞത് ഇത് നീ വേണമെങ്കിൽ നോക്കുന്നത് നേരെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതിലുണ്ടല്ലോ ഓട്ടക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഒരുപാട് കളിയാക്കിയിട്ടാ. അപ്പോൾ ഇന്ന് നീ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാ. എന്നിട്ട് അങ്ങനെയൊക്കെ അതാ ഒക്കെ വെക്കാൻ്റെ പരിപാടി നോക്കണം. അപ്പോഴേക്കും എൻ്റെ സാമ്പാറോടൊക്കെ സെറ്റായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അത് പൊറോട്ട പൊട്ടിയും ഓട്ട വന്നാലും പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് അടിക്കുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് അത് പൊട്ടുമല്ലോ മൈദ, അത് പൊട്ടും, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കേട്ടോ. എന്താ ഇങ്ങനെ ഇന്ത്യൻ്റെ ഭൂപടം പോലെ ആക്കി വെച്ചിക്കൂടെ, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞ് ഞാനങ്ങനെ ആക്കി. പിന്നെ ഇതാ അതൊക്കെ മുറിച്ചെടുത്തതാണ്ടോ. പിന്നെ വേറെ ഇത് കറക്റ്റായി കിട്ടിയിട്ടോ. അപ്പോഴും ഒരു ഓട്ടയൊക്കെ വന്നിട്ട് വെറുതെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ പറഞ്ഞിട്ട്. പക്ഷെ പാവമാണ് കേട്ടോ, ഒന്നും പറയൊന്നുമില്ല കേട്ടോ. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ ഓരോന്ന്, അത്ര തന്നെ ഉള്ളൂ. ആൾ പാവമാണ്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ സാമ്പാർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങയൊക്കെ കൂട്ടി അത് താളിച്ചെടുത്തു ഞാൻ.
പിന്നെ അത് കഴിഞ്ഞ് ഇക്ക തന്നെ പൊറോട്ട ഫുള്ള് ഇക്ക തന്നെ ഏറ്റുട്ടോ. എനിക്ക് വേറെ പണികളുണ്ട്, പഴംപൊരിയൊക്കെ ഉണ്ടാക്കണം, വാങ്ങി കൊടുക്കാൻ. അപ്പോൾ ഇക്ക പോയി കുളിച്ച് ഇക്ക നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു 6 മണി 6:15 ആയി. അപ്പോൾ ഇക്ക പൊറോട്ട ചുടുന്നുണ്ട് കേട്ടോ. ഇക്ക തന്നെ ചുട്ടെടുത്ത് ഇക്ക തന്നെ അത് അതിനുള്ള പണിയെല്ലാം ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. ഇക്ക എന്തെങ്കിലും പണിയെടുത്ത് ആ പണിയൊക്കെ നീറ്റായിട്ട് ഇക്ക തന്നെ ചെയ്ത് റെഡിയാക്കൂട്ടെ. ഞാൻ പിന്നെ അതിൻ്റെ ഒപ്പം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൈദയെടുത്ത് ഇക്ക തന്നെ പരത്തും, ഇക്ക തന്നെ ചുടും, ഇക്ക തന്നെ അത് തട്ടും, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ പരിപാടിയും പാവം ചെയ്യുന്നുണ്ട്. എനിക്ക് അപ്പുറത്ത് ഞാൻ ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ജ്യൂസ് ഉണ്ടാക്കുന്നതായിരിക്കും പഴംപൊരിക്ക് ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു. അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വരണ്ടേ. അപ്പോൾ പിന്നെ നേരം വൈകില്ലേ പറഞ്ഞിട്ട് ഞാൻ ഇക്കാനെ ഏൽപ്പിച്ച് ഇക്ക ചെയ്തു വിട്ടത് കേട്ടോ. ഞാനവിടെ പഴംപൊരി ഉണ്ടാക്കാൻ ഇക്കാൻ്റെ പണിയോട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മുട്ട ഗ്രേവിയായി, മുട്ട പുഴുക്കി അങ്ങനത്തെ ഒരു ഗ്രേവി ആക്കിട്ടോ. അങ്ങനെ ഇക്കതാ പൊറോട്ട ഓരോന്നൊക്കെ ആക്കി നന്നായിട്ട് അപ്പോൾ നന്നായിട്ട് തട്ടിയെടുക്കുന്നതാണ്. പൊറോട്ട അടിക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഇക്കാക്ക് നന്നായി ഉണ്ടാക്കാറുണ്ട്. ഇക്കാനെ പുകഴ്ത്തി പറയില്ല, 1-2 പ്രാവശ്യം ഉണ്ടാക്കി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കടയത്തെ പോലെ നല്ല മയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ പൊറോട്ട എല്ലാം ആയി. പിന്നെ നോമ്പുറക്ക സമയമായി. അപ്പോൾ ഞാൻ എല്ലാ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് തണ്ണിമത്തനും നന്നാരി സർബത്ത് ഷെയ്ക്കും എല്ലാം കൂടി അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറന്നു. പിന്നെ നിസ്കാരവും ഖുർആനും അതൊക്കെ കുറച്ച് നേരം കടന്നിട്ട് പിന്നെ അതാ ഞങ്ങളുടെ പൊറോട്ടയും ഗ്രേവിയും ഒക്കെ കൂടി ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഞാൻ പൊറോട്ടയും സാമ്പാറും ഗ്രേവിയും കൂടി കഴിച്ചത്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.